ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. നാട്ടിൽ പോയിട്ട് കുറേ നോസ്റ്റ് അടിച്ച് നടക്കുന്ന കാഴ്ചകളാണല്ലോ നിങ്ങൾ 2 ദിവസമായിട്ട് എൻ്റെ വീഡിയോയിൽ മുഴുവൻ കാണുന്നത്. ഇതേ പുതിയൊരു വീഡിയോ നമ്മുടെ നാട്ടിൽ പോയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു അച്ഛൻ്റെ കൂടെ ഒന്ന് മീൻ പിടിക്കാനായിട്ട് വള്ളത്തിലൊക്കെ കയറി ഒന്ന് ആസ്വദിച്ചങ്ങ് പോകണം എന്നുള്ളത്. കുട്ടിക്കാലത്ത് കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വള്ളത്തിലും വല വലിക്കാനും അതുപോലെ വല വലിച്ചിട്ട് കിട്ടുന്ന മീൻ പെറുക്കിയിടാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താ അറിയാം, ഫോണ് വന്നതിനെ വിളിച്ചിട്ടുണ്ട്. വീടാൻ കുഴപ്പമില്ല. അപ്പോൾ അതെ കുറേ നാളിന് ശേഷം ഒന്നുകൂടി പോകണമെന്ന് തോന്നി. അപ്പോൾ അച്ഛൻ എന്തായാലും നല്ല വെളിച്ചമുള്ള സമയത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരാണുള്ളത്, ഞാനും ചേട്ടൻ്റെ ഭാര്യയും കൂടിയാണുള്ളത്. മക്കളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. മക്കളെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇതുപോലെ ഇരിക്കാൻ വരെ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ബഹളവും കാര്യങ്ങളും ആയിരിക്കും. പിന്നെ സേഫായിട്ട് കൊണ്ടുപോകാനൊക്കെ ഒരു നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ വീഡിയോ പിടുത്തമൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വല ഇടാൻ പോകുന്ന സ്ഥലം. അപ്പോൾ അച്ഛൻ ഇച്ചിരി നേരത്തെ പോയിട്ട് വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വല വലിച്ചെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ അച്ഛൻ്റെ കൂടെ വള്ളത്തിലിങ്ങനെ പോവാണ് ഞങ്ങൾ 2 പേരും കൂടെ. ശരിക്കും ഇതും ഒരു നോസ്റ്റുമാണ് കേട്ടോ. കുട്ടിക്കാലത്ത് കുറേ പോയിട്ടുണ്ട് ഇതുപോലെ വള്ളത്തിലൊക്കെ. അക്കരെ കരയിൽ ഇപ്പറേ കരയിലൊക്കെ കടന്നിട്ട് സ്കൂളിലും അതുപോലെ തന്നെ ഞങ്ങൾ താമസിച്ച വീട് ഇപ്പറേ കരയിലും അമ്മയുടെ വീടും അച്ഛൻ്റെ വീടൊക്കെ ഇപ്പറേ കരയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ വള്ളത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ വലിയ പുഴയിൽ നിന്നാണ് ഞാൻ നീന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ നാട്ടിലെല്ലാ പിള്ളേരും അവിടുത്തെ ചേട്ടന്മാരൊക്കെ നിർബന്ധിച്ച് നീന്തം പഠിപ്പിക്കുമായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് നമ്മുടെ പിണറായി പഞ്ചായത്താണ് കേട്ടോ. എൻ്റെ വീടിരിക്കുന്ന പിണറായി പഞ്ചായത്തിലാണ്. അപ്പോൾ അവിടെ അടുത്തായിട്ട് ഇതുപോലെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുവാണ്. ആ ഒരു സ്ഥലത്തായിട്ടാണ് അച്ഛൻ ഇതുപോലെ വലയിടാൻ പോവാറ്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഞാനും നാത്തൂനും കൂടെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ്. മക്കളില്ലാതെ പോയാലും മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇതാണ് വല ഇട്ട് വെച്ചേക്കുന്നത്. ആ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതാണ്. അപ്പോൾ അച്ഛൻ ഓൾറെഡി പോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് വലിക്കാനായിട്ടാണ് പോകുന്നത്. എത്രത്തോളം മീൻ കിട്ടുന്നൊന്നും അറിയില്ല. എന്നാലും ആ ഒരു എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 2 പേരും കൂടെ വന്നേക്കുന്നത്. ഇനി പുറത്തിറക്കാൻ പറ്റില്ലല്ലേ? ഈ വേനൽക്കാലത്ത് അധികമായിട്ട് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കെട്ടി നിർത്തിയേക്കുന്നത്. അപ്പം ഈ സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ നാട്ടുമുറങ്ങളിലെ കിണറുകളിലൊക്കെ ഇതുപോലെ ഉപ്പുവെള്ളം കയറും. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതൊക്കെ തുറന്നു വിടും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പോന്നിട്ട് താഴെല്ലാം ഉണ്ടച്ചാ. അതിൻ്റെ ഉള്ളിലെല്ലാം അതിനോട് ചാടുന്നുണ്ട. അതിലൂടെ പോകാൻ പറ്റില്ലല്ലോ അച്ഛാ. അച്ഛൻ മീനിനെ ഓടിക്കുന്ന. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ തോണിയിൽ ചുമ്മാ ഒന്ന് കറക്കുവാണെന്ന്. പക്ഷെ അച്ഛൻ്റെ ഉദ്ദേശം മീനിനെ ഓടിക്കലായിരുന്നു. ഇത് നമ്മൾ തുഴയുന്ന ഈ തുഴയില്ലേ, ആ തുഴക്ക് ചല്ലെന്ന് പറയാം. നമ്മുടെ ഈ മുളയിൽ കുത്തിയെടുക്കുന്ന സാധനം. അപ്പോൾ ആ ചല്ലം വെച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിക്കുമ്പോൾ മീനൊക്കെ നമ്മുടെ ഈ വലയിട്ട സൈഡിലോട്ട് മീനിനെയൊക്കെ ഓടിക്കുവാണ്. അതാണ് ഈ ചല്ലം വെച്ച് 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നത്. വെള്ളത്തിൽ തട്ടുമ്പോൾ മീനൊക്കെ ഓടി ആ ഒരു വലയില്ല സൈഡിലോട്ട് പോകും. അങ്ങനെ ആ വലയിൽ മീനും കുടുങ്ങും. ഇതൊക്കെയാണ് മീൻകാരെ ട്രിക്ക് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ വല വലിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം കുഞ്ഞു 2-3 മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കുറച്ച് മീനൊക്കെ കിട്ടി. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പം ഇരുട്ടായിട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ വേഗം കരക്കോട്ട് കൊണ്ടാക്കുകയും ചെയ്ത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീനൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചെറിയ മീനാ? പള്ളത്തി അല്ലേ? പള്ളത്തി ഇവിടെ ഉണ്ട് അച്ഛാ? ആണോ? പള്ളത്തി മീൻ ആണ് പള്ളത്തി. നമ്മുടെ നാട്ടിൽ പള്ളത്തി. ഇവിടെ എന്താ പറയുന്നേ? പ്രാച്ചി. അയ്യോ, അത് മറ്റേ അച്ഛ ഇതല്ലേ, കടലിലെ മീനല്ലേ? മീൻ്റെ പേരെന്നാ? ഇത് കടലിലെ മീനല്ലേ? മണങ്ങ് ഇതാ ചരുവിൻ്റെ കൂടെ ഉണ്ടാകുന്ന മണങ്ങില്ലേ? അതല്ലേ? വല കടിച്ചു പിടിച്ചാളിയല്ലേ? അപ്പം വല നശിച്ചു പോവില്ല അച്ഛാ?
ഇത് റീയൂസ് പറ്റൂലല്ലേ. ഞണ്ടേ കരിമീൻകുട്ടി കരിമീൻകുട്ടി പിട പിട പിടക്കണ മീനാണ് തേനാണ് കാട്ടുപൂവൻ കന്നി തേനാണ് ഇങ്ങനത്തെ മീനൊക്കെ കിട്ടും. ആഹാ 2 ജോഡിയായിട്ട് വന്നത്. അതിന് കുട്ടികളുണ്ടാവും. ഞാൻ വന്നേരം വലിയ കരിമീൻ കിട്ടിയിട്ടില്ലല്ലോ അച്ഛാ, ചെറുതല്ല കിട്ടിയതല്ലേ. നന്ദി ചുമ്പല നന്ദിക്കാണ് നന്ദി ചുമ്പല. അപ്പോൾ ഇതേ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര അങ്ങോട്ട് കിട്ടിയില്ല എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഭാഗ്യക്കേടാന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ അച്ഛൻ പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടുതലൊക്കെ കിട്ടാറുണ്ട്. അപ്പം നമുക്കിതേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വല വലിക്കലും വല അതുപോലെ ഇടലൊക്കെ നല്ല പണിയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സിമ്പിളാണെന്ന്. പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതിൻ്റെ കഷ്ടപ്പാട്. അപ്പം മീൻ പിടിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് പോയിട്ട് ആദ്യം ഞങ്ങൾ വല എടുക്കാനായിട്ട് പോയപ്പോൾ അധികം മീനൊന്നും കിട്ടിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങളുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് അവിടെ ഇരുന്ന്. അപ്പോൾ ഇതേ ഇരുട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടായി വന്നപ്പോൾ നമ്മളെ വേഗം കരയ്ക്കേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ രാത്രി അച്ഛൻ തിരിച്ച് വന്നപ്പം ഇതാണ് അവസ്ഥ കേട്ടോ. ഇതേ ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയതിന് ശേഷമാണ് ഈ വലിയ ചെമ്മീനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് അത്ര ഭാഗ്യം ഉണ്ടായില്ല. അപ്പം 3 വല ഇട്ടിട്ടുണ്ടായിരുന്നു. 3ാമത്തെ വല വലിച്ചപ്പോഴേ നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. ചിറ്റാക്കൊഞ്ഞ് 2 ചിറ്റാക്കൊഞ്ഞ് ഈ ചിറ്റാൻ ജീവനുണ്ട് കേട്ടോ. എന്തിന് ചിറ്റാക്കൊഞ്ചനെയാ? അപ്പോൾ അന്നേ ദിവസം നമ്മൾ മാമൻ്റെ വീട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് മീൻ പിടിക്കാനൊക്കെ പിന്നെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടുത്തെ വിശേഷമൊക്കെ അടങ്ങിയ വീഡിയോ ഞാൻ അടുത്തതായി ചെയ്യാം കേട്ടോ. അത് രണ്ടും കൂടി ആകുമ്പോൾ ഇത് ലോങ് വീഡിയോ ആയിപ്പോന്ന്. അപ്പം അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പം നാട്ടിലെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുവാണ് കേട്ടോ. 2 ചിറ്റാക്കൊഞ്ഞ് ഇതൊന്നും ഇല്ല. നമ്മളെടുക്കുമ്പോൾ ഇതൊന്നും ഇല്ല. 3ാമത്തെ വലയല്ല ഇതൊക്കെ കിട്ടിയത് അച്ഛന്. 100 രൂപ കിട്ടും ഒന്നിന്. 100 രൂപ കിട്ടും അച്ഛാ? ചത്തിട്ടില്ല കേട്ടാ, അത് ജീവനുണ്ട്. കണ്ടാ കരിമീനിന് എത്ര കിട്ടും അച്ഛാ? അനക്ക് പോകുമ്പോ വേണ്ടത് ഞണ്ട് ഫ്രീസ് ചെയ്തതിന് ചെത്തുപോലെ. എന്ത് മീനാമ്മ അതിനെന്ന് പറയാ? നോങ്ങല മറ്റേ തണ്ടാന്ന് പറഞ്ഞ മീൻ നീന്തില്ല. ഇല്ല ചെമ്പല്ലി. ഇത് ചെമ്പല്ലി കുട്ടി. ചെമ്പല്ലി ആ ഇതോ ഇതെന്താ മീന? ഒടുവാ. ഒടുന്ന് അതിന് പറയാ. പ്രാച്ചി. പ്രാച്ചി അതിനല്ലേ നമ്മളെ നാട്ടിലെ അച്ഛ വേറെ പേരിലത്? അതിന് പറയുന്നോ അങ്ങോട്ടെല്ലാം പറയാ പള്ളത്തി. അപ്പോൾ ഇതേ നമ്മുടെ നാട്ടിൽ ഈ മീനൊക്കെ ഈ പേരൊക്കെയാണ് പറയാ. പക്ഷെ എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ അമ്മേനോട് ചോദിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും ഈ മീനിന് എന്താണ് പേര് എന്ന്. അപ്പോൾ ഇതേ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഞണ്ടും അതുപോലെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന 2-3 വലിയ ചെമ്മീനില്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കൂടി ഇവർ 2 പേരും കൂടെ ഫ്രീസറിലാക്കുവാണ്. അപ്പോൾ ഫ്രീസ് ചെയ്ത് കൊണ്ടാന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇവിടെ വരെ ഒപ്പിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. രാവിലത്തെ ട്രെയിനിന് ഇങ്ങോട്ട് പോന്നു. അപ്പം ഫ്രീസ് ചെയ്ത് കൊണ്ടാന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങെത്തുമ്പോഴത്തേക്ക് ഏകദേശം വെള്ളമൊന്നും അലിയാതെ തന്നെ കിട്ടും. അതുകൊണ്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വേഗം ഫ്രീസറിലോട്ട് കയറ്റിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ജീവനോടെ കൊണ്ടുവരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തത് അതുപോലെയാണ്. ഇതേ ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത ഞണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേ ബാക്കി മീനൊക്കെ വാങ്ങിക്കാനായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.